എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അറിയാം, ഇന്ന് മണ്ഡലകാലം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ്. നാളെ മുതൽ നമ്മുടെ പുണ്യകാലമായ മണ്ഡലകാലം തുടങ്ങുകയാണ്. മണ്ഡലം എന്ന് പറയുന്ന വാക്ക് പരൽസംഖ്യ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രത്തിൽ 41 എന്നാണ് അതിൻ്റെ അർത്ഥം. കവിടി എന്ന് പറഞ്ഞാലും 41. അപ്പോൾ പുണ്യപ്രദമായ 41 ദിവസം മഞ്ഞും തണുപ്പും കുളിരും അതേപോലെ ചെറിയ കാറ്റും ഇടയ്ക്കിടെ മഴയും ഒക്കെയുള്ള ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന, ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് നമ്മുടെ ഈ വൃശ്ചിക മാസം. അപ്പോൾ വൃശ്ചിക മാസത്തേക്ക് കടക്കാനായിട്ട് പോവുകയാണ് നമ്മൾ. നാളെ മുതൽ മണ്ഡലകാലം തുടങ്ങുന്നു. മണ്ഡലകാലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേരളീയർക്കെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്നും നമ്മുടെ ശ്രീ അയ്യപ്പസ്വാമിയെ വണങ്ങുവാനായിട്ട് ധാരാളം ആൾക്കാർ വളരെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഓടിയണയുന്ന ഒരു മാസമാണ്. സ്വാമി ശരണം കേട്ട് മനസ്സ് കുളിർക്കുന്ന ഒരു മാസമാണ് നമ്മുടെ മണ്ഡലകാലം. അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പല രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്നാൽ അയ്യപ്പസ്വാമി ഒരു സിദ്ധനായിരുന്നു. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു വെഴ്സറ്റൈൽ ജീനിയസ്, ബഹുമുഖ പ്രതിഭാധനനായിരുന്നു, വീരശൂരനായിരുന്നു. രാജവംശത്തിൽ നിന്ന് വന്നാണ്. പന്തള രാജകുമാരനാണ്, പന്തള രാജാവിൻ്റെ പുത്രനാണ്. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ ചുറുചുറുക്കോടുകൂടി യുദ്ധകർമ്മങ്ങളിൽ ഏറ്റിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. ബാബർ എന്ന് പറയുന്ന വലിയ സേനാനായകൻ്റെ അല്ലെങ്കിൽ പടയാളിയുടെ കൂടെ പോരാടി ജയിക്കാൻ പ്രാപ്തനായ ശ്രീ അയ്യപ്പസ്വാമി ശബരിമല എന്ന സ്ഥലത്തേക്ക് സ്വതന്ത്ര ജീവിതത്തിന്, സമാധാനപരമായ ജീവിതത്തിന് പോവുകയാണ്. അദ്ദേഹം അവതാര പുരുഷനായതുകൊണ്ട് മനുഷ്യൻ്റെ കൂടെയുള്ള ഈ സഹവാസം വളരെ സംഘർഷഭരിതമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശബരിമല എന്ന് പറയുന്ന ഏറ്റവും ഉയരം കൂടിയ ആ മലയിൽ കയറി സ്വസ്ഥമായി തപസ് ചെയ്യാൻ പോയ ആളാണ്. അദ്ദേഹത്തിന് ദൈവിക പരിവേഷം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെയും മാത്രവുമല്ല, അദ്ദേഹം അവിടെ ശാസ്താവ് എന്ന് പറയുന്ന ആ ഒരു പ്രതിരൂപമായി പരിലസിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രു എന്നാണ് അർത്ഥം. അതായത് ശാസിക്കുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ശാസ്താവിൽ ലയിച്ച് ശാസ്താവായി തീർന്ന ശ്രീ അയ്യപ്പസ്വാമിയെ വണങ്ങാത്തവരാരുമില്ല. അവിടെ അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യർക്കുള്ളത് കൊണ്ടാണ് കോടാനുകോടി ജനങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. പണ്ട് അത് കൊടും കാട്, കൊടും വനമൊക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ധാരാളം പുലിയും കടുവയും സിംഹവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ശബരിമലയ്ക്ക് പോകുന്നത് വലിയ ഒരു റിസ്ക് എടുത്താണ്. എന്നാൽ തന്നെയും ശബരിമലയിലേക്ക് അയ്യപ്പസ്വാമിയെ വണങ്ങാനായിട്ട് പോകുന്ന ആളുകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇന്ന് ജനസംഖ്യ വർദ്ധിച്ചത് മൂലം ഒരുപാട് പേര് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിൽ അന്ന് ജനസംഖ്യ ഇല്ലാത്ത കാലത്തും അയ്യപ്പസ്വാമിയെ വണങ്ങാൻ ഇതേ തിരക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. ശബരിമലയിൽ വാഴുന്ന ആ അയ്യപ്പസ്വാമി ദുഷ്ടനിഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുപാട് ദുഷ്ടന്മാരെയും മറ്റും നിഗ്രഹിച്ച് അവിടെ തന്നെ കുടികൊള്ളുകയാണ് ഉണ്ടായത്. മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടതായ അമ്മ അവിടെ തന്നെ വിലയം പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിവാഹിതനായ അയ്യപ്പസ്വാമി ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഈ ശബരിമലയിലേക്ക് കന്നിക്കെട്ട് ഉണ്ടാകാതിരിക്കുകയോ കന്നി അയ്യപ്പന്മാർ വരാതിരിക്കുകയോ ചെയ്താൽ തീർച്ചയായും നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് അദ്ദേഹം വാഗ്ദാനം കൊടുത്തതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അവിടെ കന്നിക്കെട്ട് വരാത്ത വർഷമുണ്ടായിട്ടില്ല. എന്താണ് ഈ കന്നിക്കെട്ട്? ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നതിന് കന്നിക്കെട്ടെന്ന് പറയുന്നു. 18 വർഷം ശബരിമലയിൽ പോകുന്ന ആൾ അവിടെ തൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്.
ശബരിമലയിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യധികമായൊരു അനുഭൂതി ഉണ്ടാകുന്നു. ഇവിടെ അറിയപ്പെടുന്ന വലിയ വലിയ മഹാന്മാർക്ക്, ഭക്തിയുടെ അമിതമായ അതിപ്രസരം ഉള്ളവർക്ക് അയ്യപ്പസ്വാമിയിലുള്ള വിശ്വാസം കൊണ്ട് സന്താന ലബ്ധി വരെ ഉണ്ടായിട്ടുണ്ട്. ഈ കാരണങ്ങൾ എല്ലാം കൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി എല്ലാവർക്കും വർദ്ധിക്കുകയാണ്. അവിടെ കെട്ടുകഥകളൊന്നുമില്ല, സത്യമായ കഥകൾ മാത്രമാണ് ഉള്ളത്. അത് മതേതരത്വത്തിൻ്റെ മകുടോദാഹരണമാണ്. അവിടെ ബാബർ സ്വാമിക്കൊരു പള്ളിയുണ്ട്, അതേപോലെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന് ക്ഷേത്രമുണ്ട്. അവിടെ ഏത് മതക്കാർക്കും എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ഒരു ക്ഷേത്രമാണ്. അദ്ദേഹം തത്വമസി എന്ന ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ആളാണ്. ഒരുപാട് ജ്ഞാനവും അമിതമായ ദൈവികമായ ജ്ഞാനവും അതേപോലെ ദൈവത്തിൽ പരമാത്മാവിൽ ലയിച്ചതുമായ ഒരു ശക്തിയാണ് ശ്രീ അയ്യപ്പസ്വാമി. അപ്രകാരമുള്ള ആ പുണ്യകാലത്തിലേക്ക് നമ്മൾ ഇന്ന് നാളെ കാലുവയ്ക്കുകയാണ്. എല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ളവരൊക്കെ ശബരിമലയിൽ പോവുക. ഇനി ആരോഗ്യമില്ലാത്തവർ തന്നെ ശബരിമലയിൽ പോകാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതായാലും അയ്യപ്പസ്വാമിയെ 18 പടികൾ കയറി കണ്ട് നമസ്കരിക്കുന്നത്ര പുണ്യം വേറൊന്നിനുമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അയ്യപ്പസ്വാമിയെ ജപിക്കുക. അടുത്ത പുണ്യകാലത്ത് നമ്മൾ മറ്റ് ചില ആചാരങ്ങളുള്ളവർ വ്രതമനുഷ്ഠിക്കുന്ന പോലെ നമ്മളും വ്രതമനുഷ്ഠിക്കുക. വ്രതം എപ്പോഴും നല്ലതാണ്. വ്രതം അനുഷ്ഠിക്കാത്തിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ ദുർമേധസ്സുകൾ വരികയും നമുക്ക് അനാരോഗ്യമായ പല ഘടകങ്ങളും ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ 41 ദിവസം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. മത്സ്യമാംസാദികൾ ഒഴിവാക്കി നല്ല ഒരു സാത്വികതയോടുകൂടി മുൻപോട്ട് പോവുക. ശബരിമലയിൽ പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെതായ നല്ല ഫലം ലഭിക്കുന്നതാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച മന്ത്രത്തോടു കൂടി നമുക്ക് നാളെ വരുന്ന മണ്ഡലകാലത്തെ വരവേൽക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ശബരിമല ശ്രീ ധർമ്മശാസ്താവേ ശരണമയ്യപ്പ. അതിൻ്റെ കൂടെ ഓം ശം ശനൈശ്ചരായ നമഃ, ഓം ശം ശനൈശ്ചരായ നമഃ, ഓം ശം ശനൈശ്ചരായ നമഃ എന്നുകൂടി ജപിക്കുക. ശാസ്താവ് ശനിയെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഈ പുണ്യകാലത്ത് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുന്നു.